ആണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. കാന്തം എന്ന് വിളിക്കുന്ന വസ്തു ഇരുമ്പിനെ ആകർഷിക്കുമെന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണെന്ന് നമുക്കറിയാം. അപ്പോൾ കാന്തത്തിൻ്റെ അടുത്ത് ഏത് ഇരുമ്പ് കണം വെച്ചാലും അതിനെ ആകർഷിച്ചെടുക്കും. ക്ഷേത്രം ഒരു പ്രത്യേകമായ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. സൂക്ഷ്മമായ ഊർജത്തിൻ്റെ പ്രാണന്റെ ഒരു പ്രത്യേകമായ ഒരു വലയമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മളുടെ ഒരു ജോമെട്രിക്കലായിട്ട് ഗണിതപരമായിട്ട് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ക്ഷേത്രം ഋഷികൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ആചാര്യന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സാധനയും ചെയ്യാത്ത ഒരാൾ, ഒരു ഉപാസനയും ചെയ്യാത്ത ഒരാൾ, അയാളുടെ ആ ഒരു സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ പ്രാണമയ മനോമയ കോശങ്ങൾ, വിജ്ഞാനമയ കോശങ്ങൾ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മ ശരീരം അത് ആക്റ്റീവ് ആകണമെങ്കിൽ, അതിന് ഊർജം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ തീർത്ഥകേന്ദ്രങ്ങളിൽ പോകണം, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരുക്കന്മാരുള്ള സ്ഥലങ്ങളിൽ പോകണം.